ഹായ് ഫ്രണ്ട്സ്. അപ്പോൾ വീക്കെൻഡ് എപ്പിസോഡിൽ ഹോട്ടൽ ടാസ്കിൽ വന്ന രണ്ട് പേരായിരുന്നല്ലോ, സാബുവും ശ്വേതയും. അപ്പോൾ അതിനെക്കുറിച്ച് ചോദിക്കാൻ വേണ്ടിയിട്ട് മോഹൻലാൽ അവരെ വിളിക്കുന്നുണ്ട്. അപ്പോൾ സാബു ആണെങ്കിലും ശ്വേതയാണെങ്കിലും ഇവിടുന്ന് പോകുമ്പോൾ നല്ല ഹാപ്പി ആയിട്ടാണ് പോയത്. പക്ഷേ മോഹൻലാൽ ചോദിക്കുന്ന സമയത്ത് രണ്ടുപേരും ഒത്തിരി നെഗറ്റീവ്സാണ് ഇവരെക്കുറിച്ച് പറഞ്ഞത്. സാബു ആണെങ്കിൽ പറഞ്ഞു, ഇത് 5 സ്റ്റാർ ഹോട്ടലായിട്ട് തോന്നിയിട്ടില്ല, ബസ് സ്റ്റാൻഡിൻ്റെ പുറകിലുള്ള അമ്മിണി ലോഡ്ജായിട്ടാണ് തോന്നിയത് എന്നൊക്കെയായിരുന്നു സാബു പറഞ്ഞത്. പിന്നെ അവിടെയുള്ള സ്റ്റാഫിൻ്റെ പെരുമാറ്റവും നല്ലതായിരുന്നില്ല എന്നൊക്കെ പറയുകയുണ്ടായി. ശ്വേതയാണെങ്കിലും കുറച്ചൊക്കെ അവരിനെ ഒരു നെഗറ്റീവാക്കുന്ന രീതിയിലാണ് സംസാരിച്ചുകൊണ്ടിരുന്നത്. പിന്നെ തോന്നിയ ഒരു കാര്യം, ഇപ്പോൾ സാബു പറഞ്ഞതാണെങ്കിലും ശ്വേത പറയണതാണെങ്കിലും വെച്ചിട്ട് മോഹൻലാൽ പവർ ടീമിനെ ഒത്തിരി താഴ്ത്തി സംസാരിക്കുകയുണ്ടായി. അപ്പോൾ പവർ ടീമായിട്ടല്ല നിന്നത്, ഓണേഴ്സായിട്ടാണ് അതിൽ നിന്നത്. അപ്പോൾ അവർക്ക് വേണമെങ്കിൽ മറ്റേ അപ്സരയുടെയൊക്കെ ടീം പകുതിയായപ്പോൾ ഓരോ പ്രശ്നം ഉണ്ടാക്കി അവർ പുറത്തു പോയി. അപ്പോൾ കിച്ചണിൽ ആളില്ല. ആ സമയത്ത് ആണെങ്കിൽ പവർ ടീമിന് കിച്ചണിൽ കയറാണ്ടിരിക്കുകയായിരുന്നു. പക്ഷെ അവർ ഗസ്റ്റിനെ മാനിക്കുക, അല്ലെങ്കിൽ അവർക്ക് ഫുഡ് സമയത്തിന് വേണമല്ലോ എന്ന് വിചാരിച്ച് പവർ ടീം തന്നെ, അതായത് ഹോട്ടൽ നടത്തുന്ന ഓണേഴ്സ് തന്നെ ഫുഡ് ഉണ്ടാക്കാൻ കയറി. അതൊന്നും നല്ലൊരു ഇതായിട്ട് അവർ പറഞ്ഞില്ല. എന്തുകൊണ്ടാണെന്നറിയില്ല, മൊത്തം ഒരു നെഗറ്റീവായിട്ടുള്ള ഒരു ഇമ്പാക്റ്റാണ് ഹോട്ടൽ ടാസ്കിന് കിട്ടിയിട്ടുണ്ടായിരുന്നത്. പിന്നെ കുറച്ചൊക്കെ അവർ പറഞ്ഞതിലും കാര്യമുണ്ട്. ഒന്നാമത്തെ കാര്യം, ഇവരുടെ യൂണിഫോം. ഒരു 5 സ്റ്റാർ ഹോട്ടലിൽ ഒരിക്കലും ഇങ്ങനെ ഒരു യൂണിഫോം ഇട്ട് ആൾക്കാർ ഉണ്ടാകത്തില്ല. അപ്പോൾ അതിൽ തന്നെ ബിഗ് ബോസ് ചെയ്തൊരു സംഭവം, യൂണിഫോം ശരിയായില്ല എന്ന് തന്നെ പറയാം. പിന്നെ എല്ലാവർക്കും ഒരേ യൂണിഫോം, ഷെഫിനാണെങ്കിലും അല്ലെങ്കിൽ ബാക്കി വർക്ക് ചെയ്യുന്നവർക്കാണെങ്കിലും HR-നും എല്ലാവർക്കും ഒരേ യൂണിഫോം, ഒരു തൊപ്പിയും വെച്ച് ഈ സർക്കസ് കൂടാരത്തിലൊക്കെ ഡാൻസ് കളിക്കാനൊക്കെ ആൾക്കാർ നിൽക്കില്ലേ, ആ ഒരു സംഭവത്തിലായിരുന്നു അവരുണ്ടായിരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു 5 സ്റ്റാർ ഹോട്ടലിൻ്റെ കാണുമ്പോൾ ഒരു എടുപ്പില്ലായിരുന്നു. പിന്നെ ഈ പറഞ്ഞാൽ അവിടെ പണിയെടുത്ത ആൾക്കാരൊക്കെ ഉണ്ട്. അർജുൻ, ശ്രീതു, ജിൻഡോ, ഇവരൊക്കെ പണിയെടുത്തവരാണ്.